അസ്സലാമലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. പണ്ടത്തെ പോലെ ഇപ്പം ചക്കയൊന്നും കിട്ടാനേ ഇല്ല അല്ലേ. നമ്മൾ പൈസ കൊടുത്തിട്ട് പോലും വാങ്ങാൻ കിട്ടാത്തൊരവസ്ഥയിലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ചക്ക കൊണ്ട് കളിയാണ്. ചക്കയും മാങ്ങയും ഒക്കെ ആ സീസൺ ആകുമ്പോൾ കൂടുതലായിട്ടുണ്ടാവും. ഇപ്പം വീടൊക്കെ മാറിയപ്പം ചക്കയും ഇല്ല മാങ്ങയും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായി. എവിടെന്നെങ്കിലും കിട്ടിയാൽ അത് പിന്നെ എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി. അത്രയും കൊതി കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ചക്ക. പഴുത്തതായിട്ടുള്ള വരിക്ക ചക്കയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം കുറച്ച് പഴുത്തതും പച്ചയായിട്ടൊരു വരിക്കച്ചക്ക കിട്ടിയപ്പം പച്ച എടുത്ത് ഇതുപോലെ കടുകിട്ട് വറുത്തെടുത്തു. പഴുത്തത് പിന്നെ ചോറും ചായയും ഒന്നും വേണ്ട, ഈ ചക്ക തന്നെ മതി എന്ന് പറഞ്ഞ പോലെ പഴുത്ത ചക്ക അങ്ങനെ അങ്ങ് തീർന്നു. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് ചക്ക കടുകിട്ട് വറുത്തെടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചക്ക ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കയുടെ ചുളയും കുരുവോ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം ചുളയാക്കി എടുത്ത് കൊണ്ടുവന്നതാണ്. മരുമോള് വീട്ടിൽ നിന്ന് വരുമ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ ആയിട്ടാണ് വന്നത്. എന്താ ചെയ്യുക, എത്ര എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു ചക്കയുടെ വലിയൊരു ചക്കയുടെ പകുതിയോളം ഉണ്ടാവും എന്തായാലും. അപ്പം ഞാനിപ്പോൾ അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തത്. കുറച്ച് ചുളയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചിമ്മിണി എന്ന് പറയും ആ ചക്കയുടെ മുകളിലുള്ള, അത് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതും കുറച്ചുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കുരുവും എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഞാനിപ്പോൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നന്നായി ഒരു വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് കഴുകിയെടുത്തിട്ട് ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇടുകയാണ്. അങ്ങനെ കഴുകിയെടുത്ത ചക്കച്ചുളയും കുരുവും ഒക്കെ കൂടി ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ചക്കയുടെ അളവ് നോക്കിയിട്ട് വലിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഒരധികം പച്ചമുളക് തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നീളത്തിൽ കീറിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 കാന്താരി ഇട്ട് കൊടുക്കാം. അപ്പം ഇതും മരുമക്കൾ കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പം അതിൽ നിന്നൊരു 3-4 മാത്രം എരിവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണിനടുത്ത് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ശരിക്കും നിർബന്ധമില്ല, ഞാനിപ്പം ചേർത്തതാണ് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇത് കാശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ, അത്ര എരിവ് ഉണ്ടാവില്ല. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം ഒന്ന് നന്നായി ഒന്നങ്ങ് പ്രസ്സാക്കി മിക്സാക്കി കൊടുക്കാം. ഇതിലേക്കിപ്പോൾ ഒരു 1/4 ഭാഗം മാത്രം, ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് എല്ലാം വെന്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 വിസിലോളം വെച്ചിട്ടുണ്ട്. നന്നായി വെന്ത് വന്ന ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കുക്കർ തുറന്നത്. ഇപ്പം നമ്മുടെ ചക്ക കണ്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുകളിലുള്ള ആ മസാലപ്പൊടികളൊക്കെ എല്ലാം ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അടിയൊന്നും പിടിച്ചിട്ടില്ല, കണ്ടോ വെള്ളമൊക്കെ ചേർത്തത് കറക്റ്റാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എൻ്റെ കുക്കറിന് ഞാൻ 4 വിസിലാണ് എടുത്തത് കേട്ടോ. ഇതിപ്പം ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ മസാലയൊക്കെ എല്ലാ ചക്കയിലും അങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുകിട്ട് വറുത്തെടുക്കാം. ചക്ക കടുകിടാനായി ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക് വറുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നന്നായി അങ്ങ് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് ഒരു 5-6 ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും ഈ ചക്കയിലേക്ക് ഇട്ട് കൊടുത്താൽ. അങ്ങനെ നന്നായി മൂത്ത് വന്ന ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. എല്ലാം മിക്സാക്കിയിട്ട് ഞാനിപ്പോൾ ഒരു 2 പിടിയോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചക്കയിലേക്കൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എല്ലാം അങ്ങ് മിക്സാക്കി എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇത് തിന്നാൻ തോന്നുകയാണ്. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ചോറൊന്നും വേണ്ട, കുറച്ച് മുളകിട്ടുണ്ടെങ്കിൽ വാവ്, ആ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കടുകിട്ടത് ഇവിടെ റെഡിയായി.
റമദാനിന് മുമ്പ് കിട്ടണേന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയപ്പം വളരെ ഹാപ്പിയായി. 3-4 ദിവസമായിട്ട് ഇതൊക്കെ തന്നെയായിരുന്നു. ചക്ക വിരകിയത്, ചക്ക വറവ്, ചക്ക കടുകിട്ടത്, ചക്ക പൊരിച്ചത്, പഴുത്ത ചക്ക കഴിക്കൽ, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കില്ലല്ലോ അല്ലേ? അപ്പം എല്ലാവരും വീട്ടിൽ ഇത് ചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. റമദാനിന് മുമ്പ് കിട്ടുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണൂ. പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക്